ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. നമുക്കറിയാം, ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതിൻ്റെ തിരുനാളാണ്. ഇന്നത്തെ വായനകൾ നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നത് ആരാണ് യേശുക്രിസ്തു, എന്തിനു വേണ്ടിയാണ് ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അഥവാ മനുഷ്യാവതാരം ചെയ്തത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുന്ന ക്രിസ്ത്യാനികൾക്കാണ് അവരുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കാനായിട്ട് സാധിക്കുന്നത്, അർത്ഥവത്താക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശുക്രിസ്തു. വലിയ സന്തോഷത്തിൻ്റെ, ലോകം തരുന്നത് പോലത്തെ സന്തോഷമല്ല. നമ്മൾ കാണുന്നുണ്ട്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കൈകാലുകൾ ബന്ധിച്ച് സിംഹങ്ങളുടെ മടയിലേക്ക് എറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും അദ്ദേഹം പ്രാർത്ഥിച്ച് ആനന്ദത്തോടെയാണ് പോയത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യം, കർത്താവ്, ഇതെന്തൊരു അത്ഭുതം, ഇരുമ്പ് ചങ്ങല എനിക്ക് പവിഴമാല പോലെയാണല്ലോ അനുഭവപ്പെടുന്നത്. ഇത് ദൈവാനുഭവത്തിൽ നിന്ന് ലഭിച്ച ഒരാനന്ദമാണ്, ദൈവാനുഭവത്തിൽ നിന്ന് ലഭിച്ച ഒരു സമാധാനമാണ്. ഇങ്ങനെയുള്ള സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് യേശു നമുക്കായിട്ട് കൊണ്ടുവന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും അസമാധാനത്തിലാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അസമാധാനത്തിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ. ഇനി ഈ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ ജനനം, യേശു നമുക്കായി നൽകുന്ന സന്ദേശം എത്ര പ്രസക്തിയുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 14:27 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. സമാധാനത്തിൻ്റെ രാജാവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് ആ യേശുവിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവർക്കാണ് ഈ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുക. 1 കൊരിന്ത്യർ 1:24 യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വലിയ ഒരു വചനഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആരാണ് യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് യേശു ക്രിസ്തു. ഈ ഒരു അറിവ് നമ്മൾ സമ്പാദിച്ചാൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ ജ്ഞാനം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിൽ ഈ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മെ കാണുന്ന ദൈവത്തിന് പോലും ആനന്ദമുണ്ടാകും എന്നുള്ളത് സുഭാഷിതങ്ങൾ 23:15 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. പറയുണ്ട്, യേശു ആരാണ്, യേശു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൊനവഞ്ചർ പറഞ്ഞത്, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട അറിവ് യേശുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് ബേസിക് നോളജ്, അടിസ്ഥാനപരമായ അറിവ് നമുക്കുണ്ട് എന്ന് പറയാൻ സാധിക്കും എന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തെ പിതാവായ ദൈവവുമായിട്ട് രമ്യതപ്പെടുത്താൻ വന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:18 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, യേശു എന്ന് പറഞ്ഞാൽ രമ്യതയുടെ ഒരു സുവിശേഷമാണ്, രമ്യതയുടെ ഒരു സുവിശേഷം. യോഹന്നാൻ 14 തലക്കെട്ട് വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും, യേശു പിതാവിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ലോകത്തെ ജനത്തെ പിതാവായ ദൈവവുമായിട്ട് രമ്യതപ്പെടുത്താനും ആ പിതാവിലേക്ക് നയിക്കാനും വേണ്ടിയുള്ള മാർഗമായിട്ടാണ് യേശുവിനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഈ ദൈവവുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും രമ്യതയിലെത്തി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ശരിക്കും യേശുവിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. കൊളോസസ് 2:3 നമ്മൾ കാണുന്നത്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ടായിരിക്കാം
മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയാലും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലേക്ക് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും എന്നാണ് ഈ വിശുദ്ധ പറഞ്ഞിരിക്കുന്നത്. നമ്മെ സമ്പന്നരാക്കാൻ യേശു ദരിദ്രനായി മാറി. അത് ബെത്ലഹേമിലേക്ക് നോക്കിയാലും കാൽവരി മലയിലേക്ക് നോക്കിയാലും വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മെ സമ്പന്നരാക്കാൻ യേശു ദരിദ്രനായിട്ട് മാറി. പ്രിയപ്പെട്ടവർ, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേണമെങ്കിൽ ഏക്കറുകളുടെ വ്യാപ്തിയുണ്ട്, അതല്ലെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതല്ല ശരിക്കുള്ള സമ്പത്ത്. അതൊക്കെ നിസ്സാരമായ കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ള പല സമ്പത്തിനെ കുറിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മീയ സമ്പത്താണ്. ആത്മീയ സമ്പത്ത്. ഈ സമ്പത്ത് നമ്മൾ കൈവരിക്കേണ്ടതിനാണ് കർത്താവായ യേശു ദരിദ്രനായി മാറാൻ പോലും തയ്യാറായത്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ വന്നിട്ടാണേലും യേശുവിൻ്റെ ജീവിത ശൈലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മെ സമ്പന്നരാക്കാൻ ദരിദ്രനായി തീർന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. പറയുണ്ട്, ഈ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്ന് ആത്മീയ സമ്പത്ത് കൈവരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ സമ്പത്ത് കൈവരിക്കാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സമ്പത്ത്, ലൗകിക സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ള കാര്യങ്ങളായിട്ട് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നല്ല ആരോഗ്യം, രണ്ടാമത്തെ കാര്യം ഹൃദയാനന്ദം. നമുക്കറിയാലോ, ആനന്ദത്തിൻ്റെ ഒരു ഉറവയും ഉറവിടവുമായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ദൈവവുമായി ബന്ധപ്പെടുന്നവർക്ക്, ദൈവത്തിൽ വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ആത്മീയ ആനന്ദം. ഈ ഒരു ആനന്ദം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പറയുന്നുണ്ട്, നല്ല ആരോഗ്യം, ഹൃദയത്തിൻ്റെ ആനന്ദം, ഇവ സമ്പത്തായിട്ട് നമ്മൾ പരിഗണിക്കണം. അതിനേക്കാൾ വിലപിടിപ്പുള്ളൊരു കാര്യമായിട്ട് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സൽപ്പേര് അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ള കാര്യമാണ്. സൽപ്പേര്, നമ്മുടെ സൽപ്പേര് നശിപ്പിച്ച് ദുഷ്കീർത്തി സമ്പാദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തുമാത്രം പഠനം നമുക്കുണ്ടെങ്കിലും നമ്മൾ സമ്പന്നര് എന്ന് പറയാൻ പറ്റില്ല. പറയുന്നുണ്ട്, സൽപ്പേര് അളവറ്റ സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ സമ്പത്ത്. ദൈവവചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച്, ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്നവരാണ് ആത്മീയ സമ്പത്തുള്ള വ്യക്തികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്രകാരം നമ്മളെ സമ്പന്നരാക്കാനും ഒപ്പം നമുക്ക് പ്രത്യാശ പകർന്നു തരാനും വേണ്ടി ഈ ലോകത്ത് അവതരിച്ചവനാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും, എത്ര എളുപ്പത്തിലാണ് ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത്. ഒരു ചെറിയ രോഗം വന്നാൽ മതി, അതല്ലെങ്കിൽ ക്ലേശം വന്നാൽ മതി, ഉടനെ പിന്നെ നിരാശയോടെ സംസാരിക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നമുക്ക് എത്ര പ്രസക്തമാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നിത്യതയുടെ അച്ചാരമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ചാൽ നിത്യജീവൻ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിത്യജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവർക്ക് നിത്യജീവനുണ്ട്. നമ്മൾ എത്ര ക്രിസ്മസ് ആഘോഷിച്ചാലും യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി ജീവിക്കുന്നവരാകണമെന്നില്ല. നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും യേശുവിനെ സ്വന്തമാക്കി ജീവിക്കുന്നവർ ആകണമെന്നില്ല. യേശുവിനെ സ്വന്തമാക്കി യേശുവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് നിത്യത. അവരുടെ ഈ ലോക ജീവിതവും മരണാനന്തര ജീവിതവും ഒരുപോലെ അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയ, യേശുവിനെ ഏറ്റെടുത്ത, യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.